എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ തലസ്ഥാന നഗരത്തെക്കുറിച്ചാണ്, തിരുവനന്തപുരത്തെപ്പറ്റി. പക്ഷെ ഇതിന് ഒരു മുഖം മാത്രമല്ല, ഒരുപാട് മുഖങ്ങളുണ്ട്. പുരാതന ക്ഷേത്രങ്ങൾ മുതൽ അങ്ങ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങൾ വരെ. ഈ നഗരത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന കഥകളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിച്ചാലോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ നിധിയുള്ള ക്ഷേത്രം, പിന്നെ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് തുടക്കമിട്ട സ്ഥലം, അതോടൊപ്പം ജീവിക്കാൻ ഏറ്റവും നല്ലൊരു മോഡേൺ സിറ്റി, ഈ മൂന്നിനും തമ്മിൽ എന്താ ഒരു ബന്ധം? ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: തിരുവനന്തപുരം. അതിന്റെ പേരിൽ തന്നെയുണ്ട് ആ നഗരത്തിന്റെ ഒരു രഹസ്യം. അനന്തപുരം എന്നുവെച്ചാൽ അനന്തന്റെ പുണ്യമുള്ള നഗരം എന്ന്. ഈ അനന്തൻ ആരാണെന്നല്ലേ? അത് മറ്റാരുമല്ല, നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവാണ്. അതുകൊണ്ടുതന്നെ തിരുവനന്തപുരത്തിനൊരു പേരല്ല, ഒരുപാട് പേരുകളുണ്ട്. ഓരോ പേരും അതിന്റെ ഓരോ സ്വഭാവമാണ് കാണിക്കുന്നത്. ചിലർക്ക് ഇത് ഇന്ത്യയുടെ നിത്യഹരിത നഗരം, ചിലർ സ്നേഹത്തോടെ ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്ന് വിളിക്കും. അനന്തപുരി എന്ന് കേൾക്കുമ്പോഴോ അതിലൊരു ഭക്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പേരുകളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് തിരുവനന്തപുരം എന്ന ചിത്രം പൂർണ്ണമാകുന്നത്. അപ്പം നമുക്ക് ഈ യാത്ര തുടങ്ങാം അല്ലേ? എവിടുന്ന് തുടങ്ങണം? ആ നഗരത്തിന്റെ ആത്മാവിൽ നിന്ന് തന്നെ ആവാം, അതിന്റെ ആത്മീയ കേന്ദ്രത്തിൽ നിന്ന്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ ഇവിടെ എല്ലാവരും കാണിക്കെ തന്നെ ഒരു വലിയ നിധി നൂറ്റാണ്ടുകളോളം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ പറഞ്ഞുവരുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. വെറുതെ പറയുന്നതല്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വരെ ഇതിനെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമെന്നാണ്. ആ ഒരൊറ്റ പേര് മതി തിരുവനന്തപുരത്തെ ലോകമറിയാൻ, അല്ലേ? അപ്പോ ഈ അമ്പലത്തിന് പിന്നിലൊരു കഥയുണ്ട്. അതിനെ സംരക്ഷിച്ച് വളർത്തിയ ഒരു വലിയ രാജവംശത്തിന്റെ കഥ. നമുക്ക് തിരുവിതാംകൂറിന്റെ ആ രാജകീയ ചരിത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? തിരുവനന്തപുരത്തിന്റെ കഥയും തിരുവിതാംകൂറിന്റെ കഥയും തമ്മിൽ വേർപെടുത്താനേ പറ്റില്ല. പണ്ട് 12ാം നൂറ്റാണ്ടിൽ ഇത് വേണാടിന്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ ശരിക്കുള്ള മാറ്റം വരുന്നത് 1729-ലാണ്. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ എന്ന വലിയ രാജ്യം സ്ഥാപിച്ചു. പിന്നെ അധികം വൈകിയില്ല, 1755 കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയായി തിരുവിതാംകൂർ മാറി. അങ്ങനെ 1795 തിരുവനന്തപുരം ആ വലിയ രാജ്യത്തിന്റെ തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. അവരുടെ ഭരണം വെറും യുദ്ധവും രാഷ്ട്രീയവും മാത്രമായിരുന്നില്ല കേട്ടോ. 19ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും തിരുവനന്തപുരം കലയുടെയും ശാസ്ത്രത്തിന്റെയും ഒക്കെ ഒരു ഹബ്ബായി മാറി. ലോകമറിയുന്ന ചിത്രകാരൻ രാജാ രവിവർമ്മ, സംഗീത ലോകത്തെ അത്ഭുതം സ്വാതി തിരുനാൾ, ഇവരുടെയൊക്കെ തട്ടകം ഇവിടെയായിരുന്നു. അതുമാത്രമല്ല, പുതിയ കാലത്തെക്കുറിച്ചും അവർക്ക് കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ, വാനനിരീക്ഷണ കേന്ദ്രം, യൂണിവേഴ്സിറ്റി കോളേജ്, ഇതൊക്കെ സ്ഥാപിച്ചത് അതിന്റെ തെളിവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചരിത്രത്തിൽ നിന്ന് നേരെ ഭാവിയുടെ ലോകത്തേക്ക് ഒരു ചാട്ടം ചാടിയാലോ? ഇന്ത്യയെ ബഹിരാകാശത്തേക്ക് കൈപിടിച്ചുയർത്തിയ ആ മണ്ണിലേക്ക്. ഇതൊരു ഭയങ്കര രസമുള്ള കഥയാണ്. ഒരു സാധാരണ തീരദേശ ഗ്രാമം എങ്ങനെയാണ് ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ വിക്ഷേപിക്കാനുള്ള സ്ഥലമായി മാറിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 1962 തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചപ്പോൾ അതൊരു തുടക്കം മാത്രമായിരുന്നു. പക്ഷെ പിറ്റേ വർഷം 1963 ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് അവിടെ നിന്നും ആകാശത്തേക്ക് കുതിച്ചപ്പോൾ തിരുവനന്തപുരം എന്ന പേര് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതിച്ചേർക്കപ്പെട്ടു. ഇന്ന് ആ പാരമ്പര്യം എത്രയോ വലുതായിരിക്കുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അതായത് VSSC, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെ തലച്ചോറ് എന്നു പറയാവുന്ന സ്ഥാപനങ്ങളെല്ലാം ഇവിടെയാണ്. അതുകൊണ്ട് തിരുവനന്തപുരം വെറുമൊരു തലസ്ഥാന നഗരമല്ല, ഇന്ത്യയുടെ സ്പേസ് ക്യാപിറ്റൽ കൂടിയാണ്. അപ്പോൾ നമ്മള് ഭൂതകാലവും ഭാവിയും കണ്ടു. ഇനി നമുക്ക് വർത്തമാനകാലത്തേക്ക് വരാം. ഇന്നത്തെ തിരുവനന്തപുരം എങ്ങനെയാണ്? തിരക്കേറിയ പച്ചപ്പുള്ള ഒരു ആധുനിക നഗരം. 62,000. എന്താണ് ഈ നമ്പർ എന്നറിയാമോ? ഇതൊരു വെറും സംഖ്യയല്ല. ഇന്ത്യയിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ IT പാർക്കായ ടെക്നോപാർക്കിൽ മാത്രം ജോലി ചെയ്യുന്നവരുടെ എണ്ണമാണിത്. കേരളത്തിന്റെ IT വിപ്ലവത്തിന് തിരികൊളുത്തിയ ഈ നഗരത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക വളർച്ചയുടെ എഞ്ചിൻ എന്ന് തന്നെ പറയാം ടെക്നോപാർക്കിനെ. ഇങ്ങനെയൊക്കെ ഒരു ടെക് ഹബ്ബായി മാറുമ്പോഴും തിരുവനന്തപുരം അതിന്റെ സാംസ്കാരിക വൈവിധ്യം അതേപോലെ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. 2011 കണക്കുകൾ നോക്കൂ. ഏകദേശം 68% ഹിന്ദുക്കള്, 17% ക്രിസ്ത്യാനികള്, പിന്നെ 14% മുസ്ലിങ്ങള്. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നഗരം. ഈ ഒരുമയാണ് ശരിക്കും ഈ നാടിന്റെ ഭംഗി. ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല.
ഇവിടെ ജീവിക്കുന്നവരുടെ അഭിപ്രായങ്ങളിലും ഈ നഗരം മുന്നിൽ തന്നെയാണ്. 2012 ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞത് കേരളത്തിൽ ജീവിക്കാൻ ഏറ്റവും നല്ല സിറ്റി ഇതാണെന്നാണ്. പിന്നീട് നടന്ന സർവേകളിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി, ഏറ്റവും നല്ല ഭരണമുള്ള നഗരമായി ഒക്കെ തിരുവനന്തപുരം തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതെല്ലാം കാണിക്കുന്നതെന്താ? ഇവിടത്തെ ഉയർന്ന ജീവിത നിലവാരം തന്നെ. അപ്പോ നമ്മൾ ഇതുവരെ കണ്ടതെന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരേ നഗരത്തിനുള്ളിലെ രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ അല്ലേ? ഒരു വശത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും പൗരാണികതയും, നേരെ മറുവശത്തോ ടെക്നോ പാർക്കിന്റെ ഹൈടെക് ലോകം. ഒരിടത്ത് തിരുവിതാംകൂറിന്റെ രാജകീയ പാരമ്പര്യം, മറ്റൊരിടത്ത് VSSCയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ. ഭൂതവും ഭാവിയും എത്ര ഭംഗിയാണ് ഇവിടെ ഒരുമിച്ചു പോകുന്നത്. അപ്പോ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. എങ്ങനെയാണ് ഒരു നഗരത്തിന് അതിന്റെ പുരാതനമായ വിശ്വാസവും രാജകീയമായ പാരമ്പര്യവും പിന്നെ ബഹിരാകാശത്തേക്ക് കുതിക്കാനുള്ള ആധുനികതയും ഇത്രയും വിജയകരമായി ഒരുമിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത്? ഒരുപക്ഷേ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെയാവാം തിരുവനന്തപുരത്തിന്റെ യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.